ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 31 മഹാബലിയുടെ ദർപ്പശമനം. ഇതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശ്ലോകം 6. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ വിശ്വരൂപം മഹാബലിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ശ്ലോകം 6. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യാശേഷാർപ്പണം താ ധ്യാതന്വാനേ മുമുചുർഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാ ഉച്ചൈരുച്ചൈരാവൃതധവദീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. നിസന്ദേഹം ദിതികുലപദോ ത്വയി അശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുഹു ഋഷയഃ സ അമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തത് ഇദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഹി ഉച്ചൈഹി അവൃതത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിതികുലപദോ അസുരചക്രവർത്തിയായ മഹാബലി നിസന്ദേഹം ഒരു സംശയവും കൂടാതെ ത്വയി തത് അങ്ങേക്ക് ആ അശേഷാർപ്പണം തൻ്റെ എല്ലാം ദാനമായി ചെയ്തപ്പോൾ വ്യാതന്വേന എന്ന് വെച്ചാൽ ദാനം, തൻ്റെ മഹാബലി ഇത് വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും തൻ്റെ എല്ലാം ദാനം ചെയ്തപ്പോൾ സാ അമരഹ ഋഷയഃ ദേവന്മാരും മഹർഷിമാരും പുഷ്പവർഷം മുമുജൂച്ച അവിടെ പൂമഴ പെയ്യിച്ചു, പുഷ്പവർഷം പെയ്യിച്ചു. തവ തത് അങ്ങനെയുള്ള നിന്തിരുവടിയുടെ ആ ഇതം ദിവ്യരൂപം ആ ദിവ്യമായ രൂപം വിശ്വഭാജാം പശ്യതാം അവിടെയുള്ള ലോകവാസികൾ നോക്കിക്കൊണ്ടിരിക്കെ വിശ്വാണ്ഡഭാണ്ഡം ബ്രഹ്മാണ്ഡത്തോളം അവധീകൃത്യ ഉച്ചൈഹി ഉച്ചൈഹി അവൃതത്ത് ഉയർന്നുയർന്ന് വളർന്നുകൊണ്ടിരുന്നു എന്ന്. അപ്പോൾ തന്നെ പരീക്ഷിക്കാൻ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ആണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞിട്ടും മഹാബലി പറഞ്ഞ വാക്ക് പാലിക്കാൻ ആ 3 അടി മണ്ണ്, ആ 3 പാദം വയ്ക്കാനുള്ള മണ്ണ് കൊടുക്കാം, തനിക്കുള്ള സർവസ്വവും ദാനമായി തരാം എന്ന് പറഞ്ഞത്, ആ ഒരു മനോഭാവം അതൊരു ചെറിയ കാര്യമല്ല. ആ ഒരു മനസ്സിനും അതുപോലെ ഭഗവാൻ അത് കണ്ടപ്പോൾ അത് ഋഷിമാരും ദേവന്മാരും എല്ലാവരും അവിടെ വന്ന് മഹാബലിയുടെ നേരെ പൂമഴ പെയ്യിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാനാകട്ടെ ആ വാമനമൂർത്തിയുടെ രൂപം ഉപേക്ഷിച്ച് എല്ലാവരും നോക്കി നിൽക്കെ ബ്രഹ്മാണ്ഡത്തോളം അങ്ങ് വളർന്ന് വലുതാവുന്നതാണ് പിന്നെ എല്ലാവരും കാണുന്നത്. ആ കാഴ്ചയോടെ കണ്ടപ്പോൾ ദേവന്മാരും ഋഷിമാരും എല്ലാവരും ഭഗവാന് നേരെയും മഹാബലിയുടെ നേരെയും പൂമഴ പെയ്യിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞു വെക്കുന്നു. ശ്ലോകം 7. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവോऽസൗ കുണ്ഠിതോയൈരസിചദപുനാദ്യ ജലം വിശ്വലോകാൻ ഹർഷോദ്ഹർഷാത് സുബഹുനനൃതേ കേചരൈരുത്സവേസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനമജര ജാംബവാൻ ഭക്തിശാലി. സത്യലോകത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ബ്രഹ്മാവ് ബ്രഹ്മാണ്ഡത്തോളം വളർന്ന ഭഗവാന്റെ കാൽ കഴുകിക്കുന്നു. ജാംബവാൻ ഭഗവാന്റെ വിജയവൃത്താന്തം ലോകങ്ങളിലെല്ലാം പെരുമ്പറ കൊട്ടി അറിയിക്കുന്നു. ഇതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്വത് പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോദ്ഭവഃ അസൗ കുണ്ഠിതോയൈഃ അസിജത് അപുനാദ് ജലം വിശ്വലോകാൻ കുണ്ഠിതോയൈഃ അസിജത് അപുനാദ് ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹു നനൃതേ കേചരൈഃ ഉത്സവേ അസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനം അചരത് ജാംബവാൻ ഭക്തിശാലി. അസൗ
ആ ബ്രഹ്മാവ് അസൗ പുണ്ടരീകോദ്ഭവ, താമരയിൽ ഉത്ഭവിച്ച ആ ബ്രഹ്മാവ് നിജപദഗതം, തൻ്റെ ലോകത്തെത്തിയ ത്വത്പാദാഗ്രം, ഭഗവാന്റെ തൃക്കാലിന്റെ അഗ്രഭാഗത്തെ കുണ്ടീതോയൈഹി, കിണ്ടിയിലെ ജലം കൊണ്ട് അസിജത്, കഴുകിച്ചു. യത് ജലം, ആ ജലമാണ് വിശ്വലോകാൻ, എല്ലാ ലോകങ്ങളെയും അപുനാത്, പരിശുദ്ധമാക്കുന്ന ഗംഗാജലമായി തീർന്നത്. ഹർഷോത്കർഷാത്, സന്തോഷാധിക്യത്താൽ, കേചരൈഹി, അതായത് ആകാശചാരികളായിട്ടുള്ള ദേവഗന്ധർവ സർവാദികൾ, സുബഹു നനൃതേ, വളരെ വളരെ സന്തോഷം കൊണ്ട് നൃത്തം വെച്ചു. അസ്മിൻ ഉത്സവേ, ഈ മഹോത്സവത്തിൽ, ഭക്തിശാലി ജാംബവാൻ, വലിയ ഭക്തനായ ജാംബവാൻ, ഭേരീം നിഗ്നൻ, പെരുമ്പറയടിച്ചുകൊണ്ട്, ഭുവനം അചരത്, ഈ ലോകം മുഴുവൻ ഈ വാർത്തയറിയിക്കാൻ ചുറ്റി സഞ്ചരിച്ചു എന്ന്. ഭഗവാന്റെ തൃക്കാലടി, ഭഗവാൻ അങ്ങനെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്നുയർന്നു വന്നപ്പോൾ ഭഗവാന്റെ തൃക്കാലടി മുകളിലുള്ള ലോകം അളക്കുവാൻ ഉയർന്നുയർന്ന് തൻ്റെ സത്യലോകം വരെ എത്തിയത് കണ്ടപ്പോൾ ബ്രഹ്മാവ് കയ്യിലുള്ള കിണ്ടിയിലെ ജലം കൊണ്ട് ആ തൃക്കാൽ കഴുകിച്ചു. അങ്ങനെ ഭഗവാന്റെ കാൽ കഴുകിച്ച തീർത്ഥജലമായതുകൊണ്ടാണ് അത് പിന്നെ ആകാശഗംഗയായി ഒഴുകി എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കാൻ സമർത്ഥമായി തീർന്നത്. ഉപരിലോകങ്ങളിലുള്ള ഇന്ദ്രാദി ലോകപാലകന്മാരും മറ്റുമെല്ലാം ആ സമയത്ത് സന്തോഷാധിക്യത്താൽ നൃത്തവാദ്യാദി ഘോഷങ്ങളോടുകൂടി ഭഗവാനെ സേവിച്ചു. പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമഭൃത്യനായിരുന്ന ജാംബവാനാകട്ടെ ഭഗവാന്റെ ഈ വിജയോത്സവം ലോകമെല്ലാം പെരുമ്പറയടിച്ചറിയിക്കുകയും ചെയ്തു. ശ്ലോകം 8. താവദ്ദൈത്യാസ്തോനു മതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോ ഭേദൈർഭവതനുചരൈ സംഗദാ ഭംഗമാഭാൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മാ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേദപാതാളമാപോ. വിഷ്ണു ഭഗവാൻ മഹാബലിയെ ചതിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ അസുരന്മാർ ഭഗവാനോട് യുദ്ധത്തിന് മുതിരുന്നു. ഭഗവത് കിങ്കരന്മാരോട് തോറ്റ് പാതാളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ 8ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. താവത് ദൈത്യാഹ തു അനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധയുദ്ധാ ദേവ ഉപേദൈഃ ഭവതനുചരൈഃ സംഗദാ ഭംഗം ആപൻ കാലാത്മഃ അയം വസതി പുരതഃ യദ്വശാത് പ്രാഗ്ജിതാഃ സ്മാ കിം വഹ യുദ്ധൈഃ ഇതി ബലിഗിരാ തേ അധ പാതാളം ആപുഃ. ദേവാ, അല്ലയോ ഗുരുവായൂരപ്പ, താവത്, അപ്പോൾ, ദൈത്യാഹ തു, അസുരന്മാരാകട്ടെ, ഭർത്തുഹു അനുമതിയും, തങ്ങളുടെ നാഥനായ അല്ലെങ്കിൽ അവരുടെ രാജാവായ മഹാബലിയുടെ ആ സമ്മതത്തെ ഹൃദേ, കൂടാതെ, മഹാബലിയോട് സമ്മതം ചോദിക്കാതെ, ആരബ്ധ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഉപേദൈഹി ഭവതനുചരൈഹി, എന്നാൽ ആ സമയം പെട്ടെന്ന് അവിടേക്ക് വന്നു ചേർന്ന ഭവതനുചരൈഹി, ഭഗവാന്റെ കിങ്കരന്മാരോട് സംഗദാ ഭംഗം ആപൻ, ഏറ്റുമുട്ടി തോൽവിയടഞ്ഞപ്പോൾ മഹാബലി അവരോട് പറയാണ്, കാലാത്മാ അയം പുരതഃ വസതി, കാലസ്വരൂപനായ ഭഗവാനാണ് നമ്മുടെ മുന്നിൽ, പുരതഃ വസതി, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. യത് വശാത് പ്രാഗ്ജിതാഹ, ആ കാലത്തിന്റെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, സ്മ പ്രാഗ്ജിതാഹ സ്മ, പണ്ട് നാം ജയിച്ചത്. പണ്ട് നമ്മൾ ദേവന്മാരുമായി നടത്തിയ യുദ്ധത്തിൽ ജയിക്കാൻ കാരണം ആ ഭഗവാന്റെ ആ കാലത്തിന്റെ അനുഗ്രഹം അതുകൊണ്ട് മാത്രമാണ്. അതിനാൽ വഹ യുദ്ധൈഹി കിം, നിങ്ങൾ ഈ ചെയ്യുന്ന യുദ്ധങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ ജയിക്കില്ല. കാരണം ഇപ്പോൾ കാലം അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ആ കാലത്തിന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം അവരോടൊപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇതി ബലി ഗിര എന്നുള്ള മഹാബലിയുടെ വാക്കുകൾ കേട്ടിട്ട് തേ അതഹ, അവർ ഉടനെ തന്നെ പാതാളം ആപ്പോ, പാതാള ലോകത്തിലേക്ക് പോയി എന്ന്. അതായത് ആസുരന്മാർ പാതാള ലോകത്തിലേക്ക് പോയി എന്ന്. വിഷ്ണു
വിഷ്ണു ഭഗവാൻ ബ്രഹ്മചാരി വേഷത്തിൽ മഹാബലിയെ ചതിച്ചതാണെന്നറിഞ്ഞപ്പോൾ അസുരന്മാർ തങ്ങളുടെ നാഥനായ മഹാബലിയോട് ചോദിക്കാതെ തന്നെ ആയുധങ്ങളെടുത്ത് ഭഗവാനെ കൊല്ലാൻ പാഞ്ഞു ചെന്നു. അപ്പോൾ നന്ദ, സുനന്ദ, ജയവിജയാദികളായ വിഷ്ണു കിങ്കരന്മാർ അവിടെ വന്ന് എതിർത്ത് അസുരന്മാരെ തോൽപ്പിച്ചു. അത് കണ്ടപ്പോൾ മഹാബലി അസുരന്മാരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പണ്ട് നാം ജയിച്ചത് കാലഗുണം കൊണ്ടാണ്. കാലം നമുക്ക് അനുകൂലമായത് നമ്മുടെ നല്ല സമയം കൊണ്ടാണ്. അന്ന് കാലത്തിന്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇനിയും നമുക്ക് കാലഗുണം വരുമ്പോൾ ദേവന്മാരെ ജയിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ യുദ്ധം നിർത്തൂ, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ള മഹാബലിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അസുരന്മാരെല്ലാം യുദ്ധം അവസാനിപ്പിച്ച് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. പാശൈർബദ്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീ സ്ഥാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയൻ സ്തവിത്വാം. ശ്ലോകം 9. ലോകം മുഴുവൻ ഭഗവാൻ 2 അടിയായി അളന്നെടുത്ത് 3-ാമത്തെ അടി തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി തന്റെ ശിരസ്സു കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പാശൈഹി ബന്ധം പദകപതിന ദൈത്യം ഉച്ചൈഹി അവാദി താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി പാദം മൂർധനി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദഃ തം സ്വയം ഉപാഗതഃ മാനയൻ അസ്തവീത് ത്വാം. പദകപതിന പക്ഷിശ്രേഷ്ഠനായ ഗരുഡനാൽ പാശൈബദ്ധം വരുണപാശത്താൽ ബന്ധിക്കപ്പെട്ട ദൈത്യം അസുരനായ മഹാബലിയോട് ഉച്ചൈ അവാദി ഭഗവാൻ നിന്തിരുവടി ഉറക്കെ ഇങ്ങനെ പറഞ്ഞു. താർത്തീകം പദം 3-ാമത്തെ അടി പദം മമ ദിശ എനിക്ക് തരുക. വിശ്വേശ്വരാക്യം ന അസി നീ ലോകനാഥനല്ലേ എന്നാണല്ലോ മുന്നേ പറഞ്ഞത്. അപ്പോൾ 3-ാമത്തെ അടി വെക്കാൻ ഞാൻ എവിടെ വെക്കും? അതിനുള്ള സ്ഥലം എനിക്ക് തരുക. ഭഗവാൻ പാദം മൂർധനി പ്രണയ ഭഗവാനെ ആ തൃക്കാലടി എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും ഇതി അകമ്പം വദന്തം തം എന്ന് അകമ്പം ഭയം കൂടാതെ വദന്തം പറയുന്ന തം ആ മഹാബലിയെ മാനയൻ മാനിച്ചുകൊണ്ട് പ്രഹ്ലാദ സ്വയം മുത്തശ്ശനായ പ്രഹ്ലാദൻ തന്നെത്താൻ ഉപാഗത അവിടെ വന്നു ചേർന്ന് ത്വാം അസ്തവീത് നിന്തിരുവടിയെ സ്തുതിച്ചു എന്നാണ്. അപ്പൊ അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് പേടിച്ചോടിപ്പോയി. മഹാബലി പറഞ്ഞു, ഇപ്പോ കാലം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് ദേവന്മാരോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ അസുരന്മാരെല്ലാം പാതാളത്തിലേക്ക് ഓടിപ്പോയി. അപ്പൊ മഹാബലി തൻ്റെ സർവസ്വവും ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ മഹാബലിയുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്, ഇപ്പൊ കാലം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കുന്നത്, പിന്നീട് കാലം അനുകൂലമാവുമ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അത് ഭഗവാന് മനസ്സിലായി. അപ്പൊ പൂർണ്ണമായും എല്ലാം ഭഗവാന് സമർപ്പിച്ചെങ്കിലും അത് പൂർണ്ണമായും ആ സമർപ്പിത ഭാവത്തോടു കൂടിയല്ല ചെയ്തത്. പിന്നീട് കാലം അനുകൂലമാവുമ്പോൾ തിരിച്ചു പിടിക്കാം എന്ന് കരുതിയാണ് മഹാബലി അത് ചെയ്തത്. അങ്ങനെ ഉള്ളിൽ നിന്നും പൂർണ്ണമായി അഹം പോയിട്ടില്ല എന്ന് ഭഗവാന് മനസ്സിലായപ്പോൾ ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞ് ഗരുഡൻ മഹാബലിയെ വരുണപാശങ്ങളെ കൊണ്ട് കെട്ടി. ഭഗവാൻ അങ്ങനെ ഗരുഡന്റെ ആ വരുണപാശത്താൽ കെട്ടപ്പെട്ട മഹാബലിയോട് ഭഗവാൻ ചോദിക്കുകയാണ്, അപ്പോൾ 2 അടി കൊണ്ട് ത്രിലോകങ്ങളും അളന്നെടുത്തു. അങ്ങയുടെ മുന്നിൽ വെച്ച് ലോകം മുഴുവൻ ഞാൻ 2 അടിയായി അളന്നെടുത്തത് അങ്ങ് കണ്ടുവല്ലോ. 3-ാമത്തെ അടി ഭൂമി തരാമെന്ന് 3 അടി ഭൂമി തരാമെന്ന് പറഞ്ഞതിൽ 3-ാമത്തെ അടി കൂടെ തരേണ്ടതുണ്ട്, അതെവിടെ എന്നാണ് ഭഗവാൻ ചോദിച്ചത്, ഒരു പരിഹാസത്തോടു കൂടി എന്ന്. മഹാബലി ഉടനെ അതിന് മറുപടി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ആ തൃക്കാലടി എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. കാരണം അപ്പോഴാണ് മഹാബലിക്ക് ഞാൻ
എത്ര നിസ്സാരനാണ് എന്ന് മനസ്സിലായത്. അപ്പോഴാണ് അഹം പൂർണ്ണമായും ശമിച്ചത്. അപ്പോൾ ആ തൃപ്പാദം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് മഹാബലി പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശനായ പ്രഹ്ലാദൻ അവിടെ വന്ന് തൻ്റെ പൗത്രനായ മഹാബലിയുടെ ആ സത്യനിഷ്ഠ കണ്ട് മാനിച്ച് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ശ്ലോകം 10. ദർപ്പോചിത്തൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാ ബലിം തം വിപ്രൈ സന്താനിതമകവര പാഹി വാദാലയേശ. പ്രഹ്ലാദ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നതാണ് 10ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ദർപ്പോ ചിത്യൈ വിഹിതം അഖിലം ദൈത്യ സിദ്ധഃ അസി പുണ്യൈഹി ലോകഃ തേ അസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനഃ ഇതി അന്വഗൃഹ്ണാ ബലിം തം വിപ്രൈഹി സന്ധാനിതമഖവര പാഹി വാതാലയേശ. വിഹിതം അഖിലം, ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്, വിഹിതം അഖിലം, ഞാൻ ഈ ചെയ്തതെല്ലാം ദർപ്പോചിത്തേഹി, അങ്ങയുടെ അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. ദൈത്യ, അല്ലയോ അസുരശ്രേഷ്ഠ, പുണ്യൈഹി സിദ്ധഃ അസി, പുണ്യങ്ങൾ നിമിത്തം, അങ്ങ് മുന്നേ ചെയ്ത പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. ത്രിദിവ വിജയീ ലോകഃ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ആ ലോകം, സുതലമാകുന്ന ആ ലോകം, തേ അസ്തു, നിനക്കായി ഭവിക്കട്ടെ. പശ്ചാത് വാസവത്വം ച, അതിനുശേഷം ഇന്ദ്രന്റെ സ്ഥാനവും ലഭിക്കട്ടെ. പുനഃ, അതിനും ശേഷം മത് സായുജ്യം ച ഭജ, എന്റെ സായുജ്യവും പ്രാപിക്കും. ഇതി തം ബലിം, എന്നിങ്ങനെ മഹാബലിയെ അന്വഗൃഹ്ണ, അതായത് ഭഗവാൻ നെന്തിരുവടി അനുഗ്രഹിച്ചു. ഹേ വാതാലയേശ, അലയോ ഗുരുവായൂരപ്പ, വിപ്രൈഹി സന്താനിത മകവര, ശുക്രാചാര്യർ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലി തുടങ്ങി വെച്ച ആ യാഗക്രിയകൾ പൂർത്തിയാക്കിയ ത്വം പാഹി, നെന്തിരുവടി എന്നെയും രക്ഷിക്കണമേ എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയും കൂടി അവിടെ വന്നു. അപ്പോൾ ഭൂമിക്ക് താഴെ അതല, വിതലം, സുതലം മുതലായ 7 ലോകമുള്ളതിൽ 3ാമത്തെ ലോകമാണ് സുതലം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണത്. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠവുമാണ് ആ ലോകം. സത്യസന്ധത, ധർമ്മ തത്പരത മുതലായ ഗുണങ്ങളാൽ പ്രസന്നനായ ഭഗവാൻ മഹാബലിക്ക് ആ സുതല ലോകമാണ് അനുഗ്രഹിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, ഇനി 8ാമത്തെ സാവർണീ മന്വന്തരത്തിൽ ഇന്ദ്രനായി വരുന്നത് മഹാബലി ആയിരിക്കുമെന്നും അതിനും ഒടുവിൽ മഹാബലി ഭഗവാനിൽ സായുജ്യം പ്രാപിക്കുമെന്നും അനുഗ്രഹിച്ച് അരുളി ചെയ്യുകയും ചെയ്തു. തുടർന്ന് ശുക്രാചാര്യർ തുടങ്ങിയ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലി ആരംഭിച്ച യാഗം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നെയും അനുഗ്രഹിക്കണേ എന്ന് മേൽപ്പത്തൂരിന്റെ ഒരു പ്രാർത്ഥനയോടെ ഈ ഒരു ദശകം ഇവിടെ പൂർത്തിയാകുന്നു.